പുറപ്പാട് പുസ്തകം അധ്യായം 30. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ധൂപം സമർപ്പിക്കുവാൻ ഒരു ധൂപപീഠം ഉണ്ടാക്കണം. ഗദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് സമചതുരമായി 1 മുഴം നീളവും 1 മുഴം വീതിയും 2 മുഴം പൊക്കവുമുള്ളതായിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിൻ്റെ ഉപരിതലവും ചുറ്റും അതിൻ്റെ വശങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിനു ചുറ്റും സ്വർണം കൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. അതിൻ്റെ വക്കിനു കീഴെ 2 വശത്തും ഈ 2 സ്വർണവളയം ഉണ്ടാക്കണം. ധൂപപീഠം ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാനാണ് ഇവ. തണ്ടുകൾ ഗദിരമരം കൊണ്ട് ഉണ്ടാക്കി സ്വർണം പൊതിയണം. സാക്ഷ്യത്തിൻ്റെ പെട്ടിയുടെ മുമ്പിൽ ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സ്ഥാനമായ കൃപാസനത്തിൻ്റെ മുമ്പിലുള്ള തിരശ്ശീലയുടെ മുൻവശത്ത് അത് വയ്ക്കണം. അഹരോൻ അതിന്മേൽ സുഗന്ധവർഗം ധൂപിക്കണം. അവൻ ദിവസേന രാവിലെ വിളക്ക് തെളിക്കുമ്പോൾ അങ്ങേ സുഗന്ധവർഗം ധൂപിക്കണം. സന്ധ്യയ്ക്ക് അഹരോൻ വിളക്ക് കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധവർഗം ധൂപിക്കണം. അത് എല്ലാ തലമുറകളിലും കർത്താവിൻ്റെ മുമ്പാകെ നിരന്തര ധൂപമായി ഇരിക്കണം. അതിന്മേൽ നിങ്ങൾ അന്യരൂപം അർപ്പിക്കരുത്. ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗം ഒഴിക്കുകയുമരുത്. ആണ്ടിലൊരിക്കൽ അഹരോൻ അതിൻ്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എല്ലാ തലമുറകളിലും പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിൻ്റെ രക്തം കൊണ്ട് വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് കർത്താവിന് അതിവിശുദ്ധം. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ അവരെ എണ്ണുമ്പോൾ അവരുടെ ഇടയിൽ വസന്ത ഉണ്ടാകാതിരിപ്പാൻ ഓരോരുത്തനും അവനവൻ്റെ ജീവന് വേണ്ടി കർത്താവിന് വീണ്ടെടുപ്പു വില കൊടുക്കണം. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഓരോരുത്തനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്ക് പ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. 1 ശേക്കൽ 20 ഗേര. ആ 1/2 ശേക്കൽ കർത്താവിന് വഴിപാട് ആയിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 25 വയസ്സും അതിന് മുകളിലുമുള്ളവരെല്ലാം കർത്താവിന് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ നിങ്ങൾ കർത്താവിന് വഴിപാട് കൊടുക്കുമ്പോൾ ധനമയാൻ 1/2 ശേക്കലിൽ കൂടുതൽ കൊടുക്കരുത്. ദരിദ്രൻ കുറച്ചും കൊടുക്കരുത്. ഇസ്രായേൽ മക്കളിൽ നിന്ന് നീ പ്രായശ്ചിത്ത ദ്രവ്യം വാങ്ങിച്ച് സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു സ്മരണ ആയിരിക്കും. കർത്താവ് മോശയോട് വീണ്ടും കൽപ്പിച്ചു, കഴുകുവാൻ ഓടുകൊണ്ട് ഒരു തൊട്ടിയും അതിന് ഓടുകൊണ്ട് ഒരു കാലും ഉണ്ടാക്കണം. അത് സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇടയ്ക്ക് വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിൽ നിന്ന് അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുകയോ കർത്താവിനെ യാഗം കഴിപ്പാൻ യാഗപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് അടുത്ത് ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം.
ഇത് അവർക്ക് എല്ലാ തലമുറകളിലും എന്നേക്കുമുള്ള നിയമമായിരിക്കും. കർത്താവ് പിന്നെയും മോശയോട് കൽപ്പിച്ചു, നീ മേൽത്തരമായ സുഗന്ധവർഗങ്ങൾ എടുക്കുക, അതായത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ ശുദ്ധമായ മൂറ്, അതിൽ പകുതിയായ 250 ശേക്കൽ സുഗന്ധ ലവംഗം, കറുവാപ്പട്ട 500 ശേക്കൽ, ഒലിവെണ്ണ 1 ഹിൻ. ഇവ കൊണ്ട് തൈലക്കാരൻ്റെ അറിവ് വച്ച് വിശുദ്ധമായ അഭിഷേക തൈലം ഉണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കും. ആ തൈലം കൊണ്ട് നീ സമാഗമന കൂടാരവും സാക്ഷ്യത്തിൻ്റെ പെട്ടിയും മേശയും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, വിളക്കും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ധൂപപീഠവും യാഗപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ വിശുദ്ധീകരിക്കണം. അവ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. എനിക്ക് പുരോഹിത ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അഭിഷേകം ചെയ്തു പൗരോഹിത്യദാനം ചെയ്യണം. ഇസ്രായേൽ മക്കളോട് നീ ഇപ്രകാരം പറയണം, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിന്മേൽ അത് ഒഴിക്കരുത്. അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് ഉണ്ടാക്കുകയുമരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ യോഗ്യപ്രകാരമുള്ള തൈലം ഉണ്ടാക്കുകയോ അതിൽ നിന്ന് അന്യജാതിക്കാരന് കൊടുക്കുകയോ ചെയ്യുന്നവനെ സ്വജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. കർത്താവ് പിന്നെയും മോശയോട് അരുളി ചെയ്തു, നറും പശ, ഗുൽഗുലു, ഹൽബാന പശ, നിർമ്മല സാമ്പ്രാണി എന്നിവ എടുക്കുക. അവയെല്ലാം ഒരേ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. അതിൽ കുറേയെടുത്ത് ഇടിച്ചു പൊടിച്ച് ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വയ്ക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. ഈ ധൂപവർഗത്തിൻ്റെ യോഗപ്രകാരം മറ്റൊന്ന് നിങ്ങൾ ഉണ്ടാക്കരുത്. എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. മടക്കേണ്ടതിന് ആരെങ്കിലും അതുപോലെയുള്ളത് ഉണ്ടാക്കിയാൽ അവനെ സ്വജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോ